ഇനി യാത്രക്കാരുടെ ശ്രദ്ധയിലേക്കാണ്, പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ള പ്രവാസികളുടെ ശ്രദ്ധയിലേക്ക്. കേരളത്തിൽ നിന്ന് ഗൾഫ് സെക്ടറുകളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറയ്ക്കുകയാണ്. വിമാന നിരക്കിൽ അല്ലെങ്കിലേ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രവാസി യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഈ പിന്മാറ്റം. ഇതുമൂലം കേരള ഗൾഫ് സെക്ടറുകളിലെ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരും. ഒക്ടോബർ അവസാന വാരത്തോട് തുടങ്ങുന്ന ശൈത്യകാല ഷെഡ്യൂളിലാണ് ഈ മാറ്റങ്ങൾ വരിക. അപ്പം എയർ ഇന്ത്യ ചില ഗൾഫ് സർവീസുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്, ചിലത് വെട്ടിക്കുറയ്ക്കുകയാണ്. നമുക്ക് അതിന്റെ കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന പോലെ സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിൽ നിന്നായി 75ഓളം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കോഴിക്കോട് നിന്ന് കുവൈറ്റിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കും. കോഴിക്കോടിന് പുറമെ കണ്ണൂരിൽ നിന്ന് കാണുന്ന പോലെ ബഹ്റൈൻ, ദമാം, ജിദ്ദ, കുവൈത്ത് ഈ സർവീസുകളും നിർത്തലാക്കാനാണ് തീരുമാനം. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് സലാലയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്കും അബുദാബിയിലേക്കും എയർ ഇന്ത്യ ഇനി മുതൽ സർവീസ് നടത്തുകയില്ല. കോഴിക്കോട് നിന്ന് ദമാമിലേക്ക് ഉണ്ടായിരുന്ന 7 സർവീസുകൾ 3ആയി വെട്ടിച്ചുരുക്കും. അതോടൊപ്പം കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള 10 സർവീസുകൾ ഇനി മുതൽ 7ആയി വെട്ടിച്ചുരുക്കാനാണ് എയർ ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്കുള്ള സർവീസ് അത് 5ആയിട്ട് കുറയ്ക്കാനും എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. പ്രവാസികളെ അടക്കം കാര്യമായി ബാധിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന്, കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാന സർക്കാരും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. കരിപ്പൂരിൽ നിന്ന് മാത്രം 25ഓളം ഗൾഫ് സർവീസുകളാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്. എയർ ഇന്ത്യക്ക് ഗൾഫ് സർവീസിൽ ഏറ്റവും കൂടുതൽ ലാഭം വന്നിരുന്നത് മലബാർ മേഖലയിൽ നിന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സർവീസുകൾ അവസാനിപ്പിക്കുന്നത് എന്ന കാര്യത്തിന് സംശയമുണ്ട്. ഒരു കൃത്യമായ ഉത്തരം എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. സീറ്റുകൾ പലപ്പോഴും യാത്രയിൽ കാലിയാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എയർ ഇന്ത്യ നൽകുന്ന ഒരു വിശദീകരണം എന്നത് നമ്മുടെ മുന്നിൽ.